ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ളത് ആ കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. ഒട്ടും തർക്കമില്ല എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി എന്ന് പറയുകയാണെങ്കിൽ ഒരു ജനകീയ പ്രസ്ഥാനം തന്നെ, അദ്ദേഹം തന്നെ ഒരു പ്രസ്ഥാനമാണെന്ന് പറയാം. അദ്ദേഹത്തിന് ചുറ്റും എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാം. ആരോടും കടക്കു പുറത്തെന്ന് പറയില്ല, വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറയില്ല. എന്ത് കാര്യവും മുഖ്യമന്ത്രിയോടും മന്ത്രിയായിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴും നേരിട്ട് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കും. തമാശയായിട്ട് നമ്മളുടെ ഇടയിലൊക്കെ പറയും, വാതിലടയ്ക്കാത്ത ഒരു വീടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ അപ്പോൾ വീടാണ്. അദ്ദേഹത്തിന്റെ മകനെ നമ്മൾ ഈ മന്ത്രിസഭയിൽ പ്രതീക്ഷിച്ചതല്ലേ? ശരിക്കും പ്രതീക്ഷിച്ചു കേട്ടോ. അതാരാണ് അതിന്റെ പിന്നിൽ, അദ്ദേഹത്തിനെ വെട്ടിയതിന് പിന്നിൽ ആരാണ്? വെട്ടിയതിന് പിന്നിൽ ആരായിരിക്കും എന്ന് പറഞ്ഞാൽ KC പക്ഷം ആയിരിക്കുമോ? KC പക്ഷം മാത്രമായിരിക്കില്ലല്ലോ അതിന്റെ. KC ആയിരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുകയാണെങ്കിൽ A ഗ്രൂപ്പിൽ കൂടെ പ്രബലനായി വന്ന ഒരു വ്യക്തിയാണ്. ആന്റണി കോൺഗ്രസ് എന്നാണ് കേരള കോൺഗ്രസ് A എന്ന് പറയുകയാണെങ്കിൽ ആന്റണി കോൺഗ്രസും, കോൺഗ്രസ് I എന്ന് പറയുകയാണെങ്കിൽ ഇന്ദിരാ കോൺഗ്രസ് ആയിരുന്നു. അതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് കോൺഗ്രസുകൾ. കേരള കോൺഗ്രസിന് കുറേ ഉണ്ട് കേട്ടോ, A മുതൽ Z വരെ ഉണ്ടെന്ന് നമ്മൾ കളിയാക്കി പറയുമായിരുന്നു. അതിന് പകരം OJ ജനീഷിന് മന്ത്രിസ്ഥാനവും ലഭിച്ചു. കേസിലെ വളരെ അടുത്ത വ്യക്തിയാണ് OJ ജനീഷ്, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനവും ലഭിച്ചു. നോക്കൂ അർജുൻ, ഇപ്പോൾ നമ്മൾ ഈ മന്ത്രിസഭയിലെ ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ കരുണാകരൻ്റെ മകൻ മുരളീധരൻ, ജേക്കബിന്റെ മകൻ അനൂപുണ്ട്, അതുപോലെ ഭാര്യയുണ്ട് തുളസി. അതുപോലെ സീതി സാഹിബിന്റെ മകൻ PK ബഷീർ. അപ്പോ ഇത് മന്ത്രിസഭയിൽ കൂടുതൽ ക്രെഡിബിലിറ്റി വന്നിരിക്കുന്നത് കുടുംബ പാരമ്പര്യത്തിനാണ്. അല്ല, കുടുംബ പാരമ്പര്യത്തിന് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും അർഹനായൊരു വ്യക്തിയല്ലേ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ. അദ്ദേഹത്തിന് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അതിനിടയിൽ ഒരു കാര്യം പറയാനുള്ളത്, ഇന്നലെ രാത്രി എല്ലാം സെറ്റായി കേട്ടോ, ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടുന്നു. VD സതീശൻ സത്യപ്രതിജ്ഞ നടക്കുന്ന സ്ഥലം നേരിട്ട് കണ്ട് പരിശോധിക്കുന്നു, അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു. അതിനിടയ്ക്ക് കൊമ്പ് കോർത്തു ആര്? നമ്മളുടെ കരുണാകരൻ്റെ മകനായ ശ്രീ മുരളീധരൻ പറഞ്ഞു, എനിക്ക് വേണ്ട വിദ്യുത് ശക്തി ആയി വൈദ്യുതി വകുപ്പൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം നേരത്തെ ആയിരുന്നു MLA ആവാണ്ട് വിദ്യുത് ശക്തി മന്ത്രി പദം ഏറ്റെടുത്ത് വന്ന് ഇലക്ഷനിൽ തോറ്റൊരു വ്യക്തിയാണ് അദ്ദേഹം. 6 മാസത്തിനുള്ളിൽ MLA ആവണമല്ലോ. എൻ്റെ ഇലക്ഷനിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് പിന്നെയും വിദ്യുത് ശക്തി മന്ത്രി ആവണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് ജാതകത്തിലും ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വട്ടിയൂർക്കാവിൽ ഒരു ടഫ് സീറ്റിൽ ഒരു വലിയൊരു ഭൂരിപക്ഷം ഇല്ല എന്നുണ്ടെങ്കിൽ ജയിച്ചല്ലോ. ഇപ്പൊ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ടോസിലാണെങ്കിൽ പോലും ജയിച്ചാൽ അസംബ്ലിന്റെ ഉള്ളിലും അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഉള്ളിലും ഇരിക്കും, കൗൺസിലിന്റെ ഉള്ളിലിരിക്കും. തോറ്റ പുറത്ത് തന്നെ നിൽക്കണം. പണ്ടൊരു സിനിമയില് ഇന്നസെന്റ് പറഞ്ഞിട്ട് തോറ്റ MLA നമ്മളൊക്കെ ചിരിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ആലോചിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ തോറ്റ MLAയുടെ സ്ഥാനം പുറത്ത് തന്നെയാണ്. വോട്ടിനാണെങ്കിൽ പോലും 10 വോട്ടിനാണെങ്കിലും ജയിച്ചാൽ നമ്മൾ അസംബ്ലിയുടെ ഉള്ളിൽ ഇരിക്കുകയും ചെയ്യും. അപ്പൊ അദ്ദേഹം പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം ഭയങ്കര ഒരു സ്തംഭനാവസ്ഥയിൽ എത്തിയതിനു ശേഷം അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്ന, നമ്മൾ ആദ്യം കേട്ടിരുന്നത് അദ്ദേഹത്തിന് ആരോഗ്യം കൊടുക്കുന്നതാണ് പറഞ്ഞത്. ആരോഗ്യവകുപ്പ് അല്ലേ? അദ്ദേഹം ആരോഗ്യവകുപ്പും ദേവസ്വവുമാണ് അദ്ദേഹത്തിന് പറഞ്ഞിരുന്നത്. കുഴപ്പമില്ല, കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മലയാള മാസം 1-ാം തീയതിയും ഗുരുവായൂരിൽ പോയിട്ട് തൊഴുതിട്ട് അദ്ദേഹത്തിൻ്റെ ദിനചര്യ തുടങ്ങുകയായിരുന്നല്ലോ. അപ്പോൾ ദൈവവിശ്വാസിയാണ് അദ്ദേഹം. നല്ലൊരു ദേവസ്വം മന്ത്രി ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് പറഞ്ഞ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി VD സതീശനെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 5 കൊല്ലം തികച്ച് VD സതീശന് നിഷ്പക്ഷമതിയായ ഒരു മുഖ്യമന്ത്രി ആയിരിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ തന്നെ പാണക്കാടേക്ക് അദ്ദേഹം ശിരസ് കുനിച്ച് നിൽക്കുകയാണ്. 5 വർഷം തികക്കില്ല, അത് ഉറപ്പല്ലേ? 2.5 വർഷമേ തികക്കൂ. 2.5 ഒന്നും ഇല്ല കുട്ടി. നമ്മൾ നേരത്തെ അർജുൻ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ 20 അതിനുശേഷം 2.5 വർഷത്തിന് ശേഷം ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി? അതിനുശേഷം നിൽക്കുകയല്ലേ രമേശ് നിൽക്കുന്നു, KC വേണുഗോപാൽ നിൽക്കുന്നു. കാരണം നമ്മൾ ഈ മന്ത്രിസഭ പരിശോധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തം KC പക്ഷക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ? പിന്നെ ഒരു കാര്യമുണ്ട് അർജുൻ, നമ്മൾ കാര്യം ആലോചിക്കണം. ഈ കണക്കിന് പോവുകയാണെങ്കിൽ, ഒരു ഗ്യാപ്പ് വരികയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധിയും മുഖ്യമന്ത്രി ആയിക്കൂടാ എന്നില്ല. പക്ഷേ ഈ അവസ്ഥയിൽ അത് നടക്കില്ല. കാരണം അവർക്ക് 22 പേരേ ഉള്ളൂ. അവർ പോവുകയാണെന്ന് പറയുകയാണെങ്കിൽ പോലും 102 നിന്ന് 22 പോവുകയാണെങ്കിൽ 80 സീറ്റ് കോൺഗ്രസിന്റെ ശക്തിയായിട്ട് തുടരാൻ മുസ്ലിം ലീഗിന് ആവില്ല. അത് മാത്രമാണ് ഒരു ആശ്വാസം. അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിച്ച് ഇവർക്ക് വിഷമിക്കാന്നല്ലാണ്ട്, ഈ തുടങ്ങിയ സമയത്ത് മുസ്ലിം ലീഗിന് അവർ പറയുന്ന പോലെ ഞങ്ങൾ വിട്ടുപോകും മുന്നണി എന്ന് പറയുകയാണെങ്കിൽ പോടാ മോനെ, ഒരു ഇതുണ്ടല്ലോ, എന്തോ പറയുമല്ലോ, വലിയൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് കോൺഗ്രസിന് വഴങ്ങേണ്ട ആവശ്യമില്ല. കാരണം 22 പേര് പോയാലും പ്രശ്നമൊന്നുമില്ല, മന്ത്രിസഭ വീഴില്ല. വലിയൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട ആവശ്യമില്ലാതിരുന്നിട്ടും നമ്മൾ ഈ വേദിയിൽ കാണുന്ന കാര്യമാണ്. പക്ഷെ അതല്ല അദ്ദേഹത്തിന്, അതായത് VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദവി കിട്ടാനായിട്ടുള്ള മെയിൻ കാരണം പാണക്കാടുകാരാണ്.
അതുകൊണ്ട് അദ്ദേഹം അതിനുള്ള തിരിച്ച് അവർക്കുള്ള റെസ്പെക്ട് കൊടുക്കുന്നു, കൂറ് കാണിക്കുന്നു. അവരില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേര കിട്ടില്ലല്ലോ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ 22 പേരെ വെച്ചൊരു ബാർഗെയിനിങ് പവർ അവർക്കില്ല. അവർക്ക് ബാർഗെയിൻ ചെയ്ത് വരാനായിട്ടുള്ള പവർ ഇല്ല. വേണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ശരി നിങ്ങൾ കുറച്ച് അകന്ന് നിന്നോളൂ എന്ന് പറയാനും UDF കഴിയും. ബാക്കി ഘടകകക്ഷികളുണ്ടല്ലോ. അമിതമായ പ്രാധാന്യം ആർക്കും തന്നെ ഈ UDF ചെലുത്താനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം മൃഗീയമായ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് കോൺഗ്രസ്. ന്യൂനപക്ഷങ്ങൾക്ക് അമിതമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ടോ, ലഭിച്ചിട്ടുണ്ടോ മന്ത്രിസഭയിൽ? അങ്ങനെ തോന്നുന്നുണ്ട്. അതായത് 5 പേര് മുസ്ലിം ലീഗിന്റെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ സിദ്ദിഖ് വന്നിട്ടുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കർ. അതെനിക്ക് കുറച്ച് സങ്കടമായിപ്പോട്ടോ. പക്ഷെ ഞാൻ പിന്നെ ഒന്ന് ചെറുകി നോക്കി, നമ്മൾ ജേർണലിസ്റ്റുകളെ ക്യാബിനറ്റ് റാങ്കിങ്ങോട് കൂടിയിട്ടുള്ള ക്യാബിനറ്റ് റാങ്ക് തന്നെയാണത്. അല്ല, സമ്മതിച്ചു. ഞാൻ പക്ഷെ ഞാൻ പലരോടും പറയുകയുണ്ട്, ഷാനിമോൾ ഒരു മന്ത്രിയായി പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ വനിതാ മുസ്ലിം മന്ത്രി എന്നുള്ള ഒരു ഹിസ്റ്ററിയിലേക്ക് അവർക്ക് പോകാൻ പറ്റും. പിന്നെ ഞാൻ ഒന്ന് ചെറിയ നോക്കിയപ്പോൾ കണ്ടത് അവർ ശരിക്കും ചൊറിഞ്ഞിട്ടുണ്ട്. നമ്മളും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണവും ഷാനിമോൾ ഉസ്മാനും തമ്മിൽ എന്താ ബന്ധം? ചെറിഞ്ഞപ്പോൾ കണ്ടത് അവർ പറഞ്ഞിരിക്കുന്നു അവിടെ ഇരിക്കുന്ന സ്വർണം എടുത്ത് ജനസേവനത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറയാൻ അവർക്ക് അധികാരം കൊടുത്തു? അപ്പോൾ നോക്കുകയാണെങ്കിൽ എന്നാൽ നീ ഇരിക്കുക ഡെപ്യൂട്ടി സ്പീക്കറായിട്ട്, ചരിത്രത്തിൻ്റെ ഏടുകളിലേക്കൊന്നും പോകണ്ട എന്ന് ഭഗവാൻ തീരുമാനിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. തീരുമാനിച്ചിട്ടുണ്ടാകാം. കഴിഞ്ഞ മന്ത്രിസഭയിൽ 3 വനിതാ മന്ത്രിമാരുണ്ട്. ഇത്തവണ വന്നിരിക്കുന്നത് വനിതാ ശിശുക്ഷേമം എന്നും പറഞ്ഞിട്ട് ശ്രീമതി ബിന്ദു കൃഷ്ണ. അവർ പറയുന്നുണ്ടായിരുന്നു, വളരെ എക്സൈറ്റഡ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു, കൊല്ലത്തിന് കിട്ടിയ ഒരു സമ്മാനമായിട്ട് കാണുന്നു. പിന്നെ ശ്രീമതി തുളസി, ശ്രീകണ്ഠന്റെ ഭാര്യ, ഭർത്താവ് MP, ഭാര്യ MLA-യും മന്ത്രിയും. അപ്പൊ ആരെ കാണാൻ ആരും എന്തിനാണ് ഇത്? ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കുടുംബ അവര് പറയുന്നത് കോങ്ങാട് ഒരു ശക്തമായ ഇടതുപക്ഷ മണ്ഡലമാണ്. ആ ഇടതുപക്ഷ മണ്ഡലം ശക്തമായിട്ട് തിരിച്ചു പിടിച്ചതിന് തനിക്ക് പാർട്ടി തന്നിട്ടുള്ള സമ്മതിച്ചു. ഞാൻ പറയുന്ന ഈ ഇത്രയും ആൾക്കാർ ഇന്ന് അവിടെ സത്യപ്രതിജ്ഞയ്ക്ക് എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്, എവിടെ നിന്നൊക്കെയുള്ള നേതാക്കന്മാരൊക്കെയാണ് വന്നിരിക്കുന്നത്. എത്രയോ പേര് ചാനലിലൊന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ജീവിതം സഹിച്ചു കൊടുത്തിരിക്കുന്നു. അവർക്കൊന്നും കൊടുക്കാണ്ട് ഭർത്താവ് MP, ഭാര്യ MLA, ഭാര്യ മന്ത്രി, ഇത് എന്താണ്? കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയായിരുന്നല്ലോ. നമ്മുടെ ബിന്ദു എന്ന് പറയുന്ന മാഡത്തിൻ്റെ ഹസ്ബൻഡും പാർട്ടിയിലൊരു വലിയ മുഖ്യ മന്ത്രിയൊക്കെ ആയിരുന്നുള്ള ആളായിരുന്നു. അങ്ങനെ എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്? പുതുമുഖങ്ങൾ എന്നിവർക്ക് കിട്ടാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ജോലി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കുടുംബത്തിൽ നിന്ന് പോരെ പാർട്ടി കസേരകൾ? അവരുടെ ചുറ്റും ഒരു സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ആളുകളെ പോലെ ഇവർക്ക് ചുറ്റും എന്തിനാണ് കുറേ പേര് സൃഷ്ടിക്കുന്നത്? ഒരു കുടുംബത്തിൽ നിന്ന് ഒരു MLA അല്ലെങ്കിൽ ഒരു MP പോരെ? അവർ ചിന്തിക്കണം, ചിന്തിച്ചിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ VD സതീശൻ എന്നുള്ള വ്യക്തി 2.5 വർഷം തികക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിനുശേഷം അർജുൻ എന്തിനാണ് 2.5 വർഷം എന്ന് പറയുന്നത്? 2.5 വർഷത്തിന് എന്താ ഇത്ര പ്രത്യേകത? 1 വർഷമോ അല്ലെങ്കിൽ 1.5 വർഷമോ പോരെ? മുഖ്യമന്ത്രി എന്ന് ആയിക്കഴിഞ്ഞാൽ പിന്നെ റോൾ ഓഫ് ഓർഡറിൽ മുഖ്യമന്ത്രി തന്നെയാണ്, മുൻ മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ 2.5 വർഷം ഒന്നും ഇതാക്കേണ്ട ആവശ്യമില്ല. 1.5 വർഷമോ 2 വർഷമോ എന്തെങ്കിലും മതി. VD സതീശൻ്റെ ചിരകാലാഭിലാഷം സാധിച്ചു, അദ്ദേഹം മുഖ്യമന്ത്രിയായി. ഇനിയിപ്പം മറ്റന്നാൾ പോലും വേറെ ആളായി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പേരും മുൻ മുഖ്യമന്ത്രിയായിട്ട് തന്നെ വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിലൊരു പവർ പൊളിറ്റിക്സ് നടക്കുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത് KC വേണുഗോപാൽ തന്നെയാണ്. നമ്മളത് കണ്ടു. അദ്ദേഹം പറഞ്ഞിട്ട് തന്നെയാണ് രാഹുൽ ഗണ്ഡിയും പ്രിയങ്ക റോബർട്ട് വധരയും ഒക്കെ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സൂപ്പർ മുഖ്യമന്ത്രി KC വേണുഗോപാൽ തന്നെയാണ്. അതിന് മറുത്തൊരക്ഷരമില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ അർഹതപ്പെട്ട കുറേ പേർക്ക് ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ഉണ്ടല്ലോ, അതായത് ജാതി സമവായം, ഗ്രൂപ്പ് സമവായം, അതൊക്കെ കഴിഞ്ഞിട്ട് അർഹതപ്പെട്ട ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള പലർക്കും കിട്ടിയിട്ടില്ല. ഇപ്പോൾ CP ജോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ CP ജോണിന് വേണ്ടി വോട്ട് ചെയ്തെന്ന് വ്യക്തമായ നമുക്ക് തെളിവുകളുണ്ട്. അവിടെ മത്സരിച്ച CP ജോണിനെതിരെ മത്സരിച്ച കരമന സുധീർ എന്ന വ്യക്തിയെ CPM-ൻ്റെ കാൻഡിഡേറ്റിനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കാരണം അവർ തന്നെ വീടാന്തരം CPM-ൻ്റെ ഉറച്ച വിശ്വസിക്കുന്ന ആളുകൾ പാർട്ടിയുടെ വോട്ട് മറക്കുകയാണ് ചെയ്തു. അവിടെ പോയി പറഞ്ഞു നിങ്ങൾ വോട്ട് ചെയ്യണം ഓരോ വീടും കയറി ഇറങ്ങി പറഞ്ഞെന്നുള്ള വിശ്വസ്തമായ തെളിവുണ്ട്. അപ്പോൾ CP ജോണിനെ ജയിപ്പിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും കൂടെ ചേർന്നിട്ടാണ് ജയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ CP ജോൺ വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ ഒരു
എന്താ പറയുന്നത് UDFൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ആളാണ് അദ്ദേഹം. ആദ്യമായിട്ടാണ് MLA ആവുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് ഫുൾ ടേം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവർ എന്തൊക്കെയാണ് പരിഗണിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. വളരെ അർഹതപ്പെട്ട സീനിയറായിട്ടുള്ള പലർക്കും സീറ്റ് കൊടുത്തിട്ടില്ല. പരിഷ്കരണ കമ്മിറ്റി ചെയർമാൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ VS അച്യുതാനന്ദൻ ജോലിയിലൊന്നും ഇല്ലാണ്ട് തെക്കും വലങ്ങും നടക്കുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടൊരു ലാവണം കൊടുത്തിരുന്നു. അതുപോലെ ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നു അങ്ങനെ ഒരു പദവി ഞങ്ങൾക്ക് വേണമെന്ന്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇല്ല. ആ സമയത്ത് ഇങ്ങനെ VSനെ കൊണ്ടുവരുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ തന്നെ ഭയങ്കരമായിട്ട് ശക്തമായി പ്രതിഷേധിച്ചിരുന്നാണ് അങ്ങനെ ഒരു പദവിയില്ല. കാരണം അതിനും പൈസ ചിലവുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു പദവി കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ സീനിയറായിട്ടൊരു കോൺഗ്രസ് MLA ആണ്. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് സ്പീക്കർ സ്ഥാനമാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് അതിൻ്റെ ഒരു വിഷമം ജാള്യതയും ഒക്കെ കാണാം. അദ്ദേഹം സംസാരിക്കുമ്പോൾ എനിക്ക് എല്ലാവരും നിഷ്പക്ഷമായി ഇരിക്കാൻ പറ്റും, എല്ലാവരെയും എനിക്കറിയാമെന്നൊക്കെ പറയുമ്പോഴും ഒരു നിരാശയുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിലുണ്ട്, സംസാരത്തിലുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ ജാതി കൊണ്ടാണ്. ആണോ? ഇവിടെയും ജാതി നോക്കിയിട്ടുണ്ട്. എന്താണ് നമ്മൾ ഈ ജാതി വ്യവസ്ഥയെ മറികടക്കുക? ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് ഞങ്ങൾ ജാതികളെ ഓവർകം ചെയ്തു, ഞങ്ങളാണ് ഇവർക്ക് എല്ലാവർക്കും അമ്പലത്തിൽ കയറാനുള്ള കൊടുത്തത്, ഇങ്ങനെ കൊടുത്തതെന്നൊക്കെ പറയുന്നു. പിന്നെയും എന്തിനാണ് ഇതുപോലെ ജാതിയുടെ പുറകെ പോകുന്നത് എന്ന് ജാതിയിൽ ഒട്ടും വിശ്വസിക്കാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെപ്പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ധാരാളം പേര് കേരളത്തിലുണ്ട്. ഈ ജാതി പറഞ്ഞ് ചാനലുകളിൽ വന്നിരുന്ന ഈ ജാതി കൊണ്ട് ഇത് കിട്ടി, ജാതി കൊണ്ട് കിട്ടിയില്ല, മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുള്ളതുകൊണ്ട് നമ്മുടെ ആലുവയിൽ അൻവർ സാദത്തിന് കൊടുക്കാൻ പറ്റുകയില്ല എന്നൊക്കെ പറയണത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൊലി ഇരിഞ്ഞു പോവുകയാണ്. ഇത് കേരളം തന്നെയാണോ? ഇവിടെയാണല്ലോ 100% ലിറ്ററസി എന്ന് പറയുന്നത്. നമ്മളാണ് എല്ലാം നേടിയെടുത്തത്. നമ്മളാണ് ജനങ്ങൾക്ക് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നമ്മളാണ് കൊടുത്തതെന്ന് പറയും. നമ്മളാണ് വൈക്കം സത്യാഗ്രഹം നടത്തി അമ്പലത്തിൽ കയറാൻ ഉള്ള ഇത് ജനങ്ങൾക്ക് കൊടുത്തതെന്നൊക്കെ പറയുന്നു. എന്നിട്ടും ഇപ്പോഴും ജാതി വ്യവസ്ഥയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളമെന്നാണ് ഇന്ന് VD സതീശനോടൊപ്പം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളുകൾ എന്തുകൊണ്ട് മന്ത്രിമാരായി എന്ന് നമ്മൾ ചിതഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സങ്കടമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകളാണ് നിങ്ങളിലേക്ക് ഇന്ത്യ ലൈവ് എത്തിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണം.